ഒരുപാട് നാളത്തെ ചികിത്സയ്ക്കും ഫിസിയോതെറാപ്പിക്കും ഒടുവിൽ വൈജ അവസാനം എണീറ്റ് നടക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ ഇരിക്കെയാണ് ഒരു ദിവസം വൈജ തൻ്റെ അമ്മയെ കാണാനായിട്ട് കടപ്പാട്ടൂർ ഹൗസിലേക്ക് പോകുന്നത്. അവിടെ ചെന്ന് ഡോറിൻ്റെ കോളിംഗ് ബെൽ അടിക്കുന്ന സമയത്ത് കമല ഡോർ ഓപ്പൺ ചെയ്യുന്നുണ്ട്. വൈജയെ കണ്ട പാടെ തന്നെ കമല ഭയങ്കര സർപ്രൈസ് ആവുകയാണ്. എന്നിട്ട് കമല ചോദിക്കുന്നുണ്ട്, വൈജയെ നീയോ? നീ എന്താ ഇവിടെ വന്നത് വൈജയെ? എങ്ങനെയുണ്ട് വൈജയെ നിനക്ക്? നടക്കാനൊക്കെ ഇപ്പോൾ സുഖമായോ? എണീറ്റ് നടക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പം ഇങ്ങനെ അസുഖം എല്ലാം പൂർണ്ണമായിട്ട് ഭേദമായോ? അങ്ങനെ ഒരു 100 കൂട്ടം ചോദ്യങ്ങൾ വാ അടയ്ക്കാതെ തന്നെ കമല വൈജയോട് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടപാടെ വൈജ പറയുന്നുണ്ട്, കമലയിടത്തി ഒന്ന് ശ്വാസം വിട്ട് സംസാരിക്കുക, ഏതെങ്കിലും ഒന്നിന് ഞാൻ ഉത്തരവെങ്കിലും പറഞ്ഞോട്ടെ, എന്നിട്ട് കമലയിട്ട് ഇതൊക്കെ ചോദിച്ചാൽ പോരെ എന്ന് പറയുമ്പോൾ കമല പറയുന്നുണ്ട്, അയ്യോ എൻ്റെ വൈജയെ, ഞാൻ നിന്നെ കണ്ട ഒരു ആകാംക്ഷയിൽ ഈ വിവരങ്ങളെല്ലാം ചോദിച്ചെന്നേ ഉള്ളൂ, നീ അകത്തേക്ക് കയറി വാ എന്ന് പറഞ്ഞ് അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ആ സമയത്ത് വൈജ പറയുന്നുണ്ട്, കമലയിടത്തി അമ്മ എവിടെയാണുള്ളത്? ആ സമയത്ത് കമല പറയുന്നുണ്ട്, അതെന്താ വൈജയെ, നിനക്കൊന്നും അറിഞ്ഞൂടെ അമ്മ എവിടെയാണുള്ളതെന്ന്? ഇത്രയും നാളായിട്ടും ഈ വീട്ടിൽ അമ്മ എവിടെയാണ് കഴിയുന്നത്? അവിടെ തന്നെയാണ് അമ്മ ഉള്ളത്. അല്ല കമലയിടത്തി, ഞാൻ ചോദിച്ചത് ഇനി ഞാൻ ഇത്രയും നാളും ഹോസ്പിറ്റലായിരുന്ന സമയത്ത് അമ്മ ഇനി ഇവിടെ എവിടെയെങ്കിലും നിങ്ങൾ വേറെ റൂമിലേക്ക് മാറ്റി കാണുമോ എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ ചോദിച്ചത്, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. എന്തെല്ലാം മാറ്റങ്ങൾ ഓരോ സമയത്ത് ഇവിടെ വരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ കമല പറയുന്നുണ്ട്, അമ്മയുടെ റൂമിൽ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കമല ചായ എടുക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് പോവുകയാണ്. ആ സമയത്ത് വൈജ അമ്മയെ കാണാനായിട്ട് റൂമിലേക്ക് കയറുന്നുണ്ട്. ഡോറ് തുറക്കുന്ന സൗണ്ട് കേൾക്കുന്ന ഉടനെ തന്നെ സരസ്വതി അമ്മ അങ്ങോട്ട് നോക്കുന്നുണ്ട്. ആ സമയത്താണ് വൈജയെ കാണുന്നത്. വൈജയെ കണ്ടപ്പോൾ തന്നെ അവർക്ക് വലിയ സന്തോഷമായി. മോളെ, എത്ര നാളായി നിന്നെ കണ്ടിട്ട്, ഇപ്പോൾ എങ്ങനെയുണ്ട്? എനിക്കാണെങ്കിൽ നിന്നെ വന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എങ്ങനെ വരാനാ? കിടക്കുന്നിടത്തുനിന്ന് എണീക്കാൻ പറ്റണ്ടേ? പക്ഷേ ആര് കൊണ്ടുവരും? എനിക്കാണെങ്കിൽ നിന്നെ കാണണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു വൈജെ, നിനക്കിപ്പോൾ എങ്ങനെയുണ്ട്? ഭേദമായോ എന്നൊക്കെ ചോദിക്കുമ്പോൾ വൈജ പറയുന്നുണ്ട്, ആ അങ്ങനെ പോകുന്ന അമ്മേ, അമ്മയ്ക്കിപ്പോൾ എങ്ങനെയുണ്ട്? ഇതെന്താ അമ്മ ഈ റൂമിൻ്റെ ഒരു കോലം? ഇവിടെ അമ്മയുടെ റൂം തൂക്കാനും തുടയ്ക്കാനും ഒന്നും ആരുമില്ലേ? അമ്മ അങ്ങ് ആകെ ക്ഷീണിച്ചു പോയല്ലോ, പഴയ അമ്മയെന്ന് പോലും പറയുന്നില്ല. അമ്മയെ നോക്കാൻ ഇവിടെ ആരെയൊക്കെ നിർത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇപ്പോൾ അവരെവിടെയാ അമ്മേ? അമ്മ അങ്ങ് ആകെ ക്ഷീണിച്ചു പോയി എന്ന് പറയുമ്പോൾ സരസ്വതി അമ്മ പറയുന്നുണ്ട്, എന്നെ നോക്കാനോ? എന്നെ നോക്കാൻ ഇവിടെ ആരാ വൈജയ ഉള്ളത്? ഇങ്ങനെയൊക്കെ അങ്ങ് കഴിഞ്ഞു പോകുന്നു. ഇവിടെ ഇപ്പോൾ തൂക്കാനും തുടയ്ക്കാനും ഒന്നും ആരും വരാറില്ല. വല്ലപ്പോഴും കമല ഇവിടെ ജോലിക്ക് വരുന്നവരെ ഇങ്ങോട്ട് ഒന്ന് നോക്കിയിട്ട് പോകുന്നത് കാണാം, അല്ലാതെ എന്നെ നോക്കാനോ ഇവിടെ റൂമൊക്കെ വൃത്തിയാക്കാനോ ആര് വരാനാ? കമലയ്ക്ക് കുറച്ച് സഹായമൊക്കെ ചെയ്തിട്ട് അവരങ്ങ് തിരിച്ചു പോകും. ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയാറില്ല. അവിടെയാണെങ്കിൽ നമുക്ക് ബാലചന്ദ്രൻ്റെ വീട്ടിൽ താമസിക്കുന്നെന്നുള്ള ഒരു ചിന്ത വരുമല്ലോ. ഇവിടെ ആണെങ്കിൽ ഇപ്പോൾ എൻ്റെ സ്വന്തം ആണല്ലോ, അപ്പോൾ ഇവിടെ എങ്ങനെയെങ്കിലും കഴിഞ്ഞുകൂടാം എന്നൊക്കെ ഇങ്ങനെ സരസ്വതി അമ്മ വൈജയോട് പറയുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, അന്ന് അലീന ഉണ്ടായിരുന്ന സമയത്താണെങ്കിൽ എനിക്ക് ഒരു കുറവും വരുത്തില്ലായിരുന്നു. അലീന എന്നെ പൊന്നുപോലെയാണ് നോക്കിയിരുന്നത്. ഇനി ആ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുമ്പോൾ വൈജ പറയുന്നുണ്ട്, അമ്മേ, നിങ്ങളെല്ലാവരും പറഞ്ഞ് അവസാനം അലീന എന്നൊരു പേരിലാണല്ലോ കൊണ്ടുവരുന്നത്. എന്താ അമ്മ ഇങ്ങനെ? എനിക്കൊരു സമാധാനം തരില്ലേ? എവിടെ ചെന്നാലും അവസാനം ഒരു പേര് വരും, അലീന. അതോടെ എൻ്റെ സമാധാനവും പോവും. അമ്മ ഒന്നും മിണ്ടാതിരിക്കുമോ എന്ന് പറയുന്ന സമയത്ത് വീണ്ടും സരസ്വതി അമ്മ പറയുന്നുണ്ട്, മോളെ, നീ ഒരു കാര്യം ഒന്ന് ആലോചിക്കണം. അത് ബാലചന്ദ്രൻ്റെ മോളാണ്. അത് നീ അവളെ മോളായിട്ട് കണ്ടാൽ ആ പ്രശ്നങ്ങളെല്ലാം തീരാവുന്നതല്ലേ ഉള്ളൂ വൈജയെ. നീ നല്ലവളാണോ? നീ നിൻ്റെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ എന്ന് പറയുമ്പോൾ വൈജ പറയുന്നുണ്ട്, എന്തിനാ അമ്മ ഇങ്ങനെ പണ്ടത്തെ കാര്യങ്ങൾ, 22 വർഷങ്ങൾക്ക് മുന്നേ ഞാൻ മറക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ ഓരോന്നായിട്ട് എടുത്തിടുന്നത്? ഗംഗാധരേട്ടനും ഹോസ്പിറ്റലിൽ വന്ന സമയത്ത് അങ്ങനെ പണ്ടത്തെ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. എന്തിനാണെന്നോ എനിക്ക് ഒന്നും അറിയില്ല. പണ്ട് 22 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച കാര്യങ്ങൾ ഇപ്പം എന്തിനാണ് ഓരോരുത്തരും ഇങ്ങനെ കുത്തി എന്നെ ഓർമ്മപ്പെടുത്തുന്നതെന്ന് എനിക്കൊട്ടും മനസ്സിലാവുന്നില്ല. പക്ഷേ അലീന, അവളെ ഞാൻ ഒരിക്കലും സ്നേഹിക്കുകയില്ല. ബാലചന്ദ്രൻ്റെ ഒപ്പം ഞാൻ അവളെ നിർത്തുകയുമില്ല. അപ്പോൾ സരസ്വതിയമ്മ പറയുന്നുണ്ട്, മോളെ, അതവൻ്റെ മോളല്ലേ, അവൾക്ക് വേണമെങ്കിൽ ആ വീട്ടിൽ വന്ന സമയത്ത് തന്നെ നിന്നോട് പറഞ്ഞുകൂടായിരുന്നോ, ഞാൻ ഇവിടുത്തെ അടുക്കളക്കാരിയല്ല, ഞാൻ എൻ്റെ ബാലചന്ദ്രൻ നിങ്ങളുടെ ഭർത്താവിൻ്റെ മകളാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ? അവൾ അതൊന്നും പറഞ്ഞില്ലല്ലോ. അവൾ ആ വീട്ടിലൊരു വേലക്കാരിയെ പോലെ എന്നെയും നോക്കി ആ വീടിൻ്റെ സർവത്ര കാര്യങ്ങളും നോക്കിയല്ലേ മോളെ അവിടെ നിന്നത്. നീ അന്ന് അത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിനെ തുടർന്നല്ലേ ബാലചന്ദ്രൻ ആ സത്യം പുറത്തു പറയേണ്ടി വന്നത്?
അല്ലെങ്കിൽ അവനിപ്പോൾ ഒന്നും മിണ്ടില്ലായിരുന്നു. അവൾ ആ വിലക്കേറിയ പോലെ ആ വീട്ടിലങ്ങ് കഴിഞ്ഞു പോയേനെ. ഇത്രയും പ്രശ്നങ്ങളും ഉണ്ടാവില്ലായിരുന്നു എന്ന് പറയുമ്പോൾ വൈജ പറയുന്നുണ്ട്, അമ്മേ നിങ്ങളൊക്കെ എന്തറിഞ്ഞിട്ടാ പറയുന്നത്? ബാലചന്ദ്രന് നിങ്ങളെ വായടയ്ക്കാം, പക്ഷേ വൈജി വിശ്വസിക്കില്ല ഒരിക്കലും അത് ബാലചന്ദ്രൻ്റെ മകളാണ് എന്നുള്ള കാര്യം. അയാൾക്ക് ഒരു പെണ്ണിനെ വേണം. ആ പെണ്ണിനെ കണ്ടപ്പോൾ അയാൾക്ക് കൂടെ കൊണ്ട് നടക്കുകയും വേണം. അല്ലാതെ അത് മകളൊന്നുമല്ല. മകളെന്ന് പറഞ്ഞാൽ ആരും ഇനി വേറൊരു അർത്ഥം പറയില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ബാലചന്ദ്രൻ ഈ പെണ്ണിനെയും കൊണ്ട് നടക്കുന്നത്. അല്ലാതെ മകളാണത്രേ മകള്. ഞാൻ ഒരിക്കലും അത് വിശ്വസിക്കുകയില്ല. അവൾ നിൽക്കുന്ന വീട്ടിൽ ഞാൻ ഒരിക്കലും താമസിക്കുകയില്ല അമ്മേ എന്ന് പറയുന്നുണ്ട്. അപ്പോഴും സരസ്വതി അമ്മ പറയുന്നുണ്ട്, മോളെ വൈജയെ, നീ ഇത്രയും സംസ്കാരമില്ലാതെ എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത്? നീ ബാങ്കിലൊക്കെ ജോലി ചെയ്തിട്ടുള്ളവളല്ലേ? പണ്ട് നീ ഒരു അധ്യാപികയായിരുന്നില്ലേ? എന്നിട്ട് പോലും നിന്റെ വായിൽ നിന്ന് ഇത്രയും വൃത്തികെട്ട വാക്കുകളാണോ വരുന്നത്? അമ്മ അങ്ങനെയാണോ മോളെ നിന്നെ വളർത്തിയത്? വളർത്തിയ കാര്യമൊന്നും പറയണ്ട. പക്ഷേ നീയും അത്ര നല്ലവളല്ല എന്നുള്ള കാര്യം എപ്പോഴും നിൻ്റെ മനസ്സിൽ വേണം എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയത്ത് വൈജയ്ക്ക് വലിയ ദേഷ്യം വരുന്നുണ്ട്. സരസ്വതി അമ്മയോട്, ശരി അമ്മ ഒന്ന് വാ അടയ്ക്കോ, ഞാൻ അമ്മയെ കാണാൻ വന്നത് തെറ്റായി പോയി എന്ന് പറഞ്ഞതിന് ശേഷം പുറത്തോട്ട് പോകുന്നുണ്ട്. സരസ്വതി അമ്മ 1-2 പ്രാവശ്യം പിന്നിൽ നിന്നും വിളിക്കുന്നുണ്ട്, മോളെ അമ്മ പറഞ്ഞത് നിനക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ദേഷ്യത്തിന് വേണ്ടിയിട്ടല്ല എന്നൊക്കെ പറയുന്ന സമയത്ത് വൈജ അവിടെ ഒന്ന് മുഖം കൊടുക്കാതെ തന്നെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ആ സമയത്ത് കമല അടുക്കളയിൽ നിന്നും ചായയൊക്കെ ഇട്ട് വന്നതിന് ശേഷം വൈജയ്ക്ക് കൊടുക്കുകയാണ്. വൈജയ്, നിനക്ക് ഷുഗറൊന്നും ഇല്ലല്ലോ അല്ലേ? ഞാനിതിൽ ഷുഗർ കുറച്ചിട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ വൈജ പറയുന്നുണ്ട്, ഏയ് ഇല്ല ഏട്ടത്തി, അതൊന്നും ഇതുവരെയും പ്രശ്നമില്ല എന്നിങ്ങനെ പറഞ്ഞ് ചായ കുടിക്കുകയാണ്. ആ സമയത്ത് കമല വീണ്ടും കുത്തി കുത്തി ചോദിക്കുന്നുണ്ട്, അവൾ എന്ത് ചെയ്യുന്നു അവിടെ എന്ന് ചോദിക്കുമ്പോൾ വൈജ പറയുന്നുണ്ട്, അവൾ അവിടെ കിടപ്പുണ്ട്, ഞാൻ ഒരിക്കലും അവൾ അംഗീകരിക്കില്ല ഏട്ടത്തി. അപ്പോൾ കമല പറയുകയാണ്, ഒരിക്കലും അംഗീകരിക്കരുത് വൈജയ്, അവൾ ആരാ? ആ വീട്ടുവേലക്കാരി. എന്നിട്ട് ബാലചന്ദ്രന് ആ പെണ്ണിനെ അങ്ങ് ഇഷ്ടപ്പെട്ടു, കൂടെ കൊണ്ട് നടക്കണം, എന്നിട്ട് പേര് മകളെന്ന് എന്ന് പറയുമ്പോൾ വൈജയ് പറയുന്നുണ്ട്, അതേ ഏട്ടത്തി, ആ കാര്യങ്ങളൊക്കെ എനിക്കറിയില്ലേ. ഞാൻ ഒരിക്കലും അവളെ മകളായിട്ട് അംഗീകരിച്ചിട്ടോ അല്ലാതെ അയാളുടെ മകളാണെന്നോ ഞാനത് വിശ്വസിച്ചിട്ടൊന്നുമില്ല. എനിക്കറിയാലോ അയാളുടെ സ്വഭാവം എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് വൈജയ് പതുക്കെ തന്നെ സരസ്വതി അമ്മയുടെ റൂമിലേക്ക് വീണ്ടും പോവുകയാണ്. അവിടെ ചെന്ന് സരസ്വതി അമ്മയോട് ചോദിക്കുന്നുണ്ട്, അമ്മേ അച്ഛൻ്റെ റൂമിലേക്ക് ഇപ്പോൾ ആരെങ്കിലും പോവാറുണ്ടോ? അവിടെ അടിച്ചു വാരാറോ എന്തെങ്കിലും ഉണ്ടോ അമ്മേ? എനിക്കൊന്ന് അച്ഛൻ്റെ റൂമിലേക്ക് പോകണമായിരുന്നു, 1-2 കാര്യങ്ങൾ അന്വേഷിക്കാനാണ്. ആ സമയത്ത് സരസ്വതി അമ്മ പറയുന്നുണ്ട്, അങ്ങോട്ടേക്ക് ആര് പോവാനാ മോളെ? അവിടെ അടിച്ചു വാരലും ഒന്നുമില്ല. ഇപ്പോൾ ഇവിടെ ഇത്രയും സ്ഥലം തന്നെ തൂക്കാനോ വാരാനോ കമലയ്ക്ക് പറ്റുന്നില്ല, പിന്നെയാണ് ഇനി നിൻ്റെ അച്ഛൻ്റെ റൂം. എനിക്കും ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു അതിനെ വൃത്തിയായിട്ട് ഇടണമെന്ന്. കുഞ്ഞിരാമേട്ടൻ ജീവിച്ചിരുന്നപ്പോൾ എന്ത് വൃത്തിയായിട്ടിട്ടിരുന്ന റൂമായിരുന്നു. എനിക്ക് വയ്യാതായി പോയില്ലേ, ഇല്ലെങ്കിൽ ഞാനും കൂടെ പോയി ഇടയ്ക്കിടയ്ക്കെങ്കിലും അത് വൃത്തിയാക്കിയാണ്. അങ്ങനെ വൈജ തൻ്റെ അച്ഛൻ്റെ റൂമിലേക്ക് പോവുകയാണ്. പടിയൊന്നും കയറാൻ വേണ്ടിയിട്ട് വൈജയ്ക്ക് അത്ര സുഖമില്ല എങ്കിലും പതിയെ പതിയെ വൈജ ആ റൂമിലേക്ക് കയറി പോകുന്നുണ്ട്. റൂം കയറി തുറന്ന ഉടനെ തന്നെ അച്ഛൻ്റെ ഫോട്ടോയും അമ്മയുടെയും അച്ഛൻ്റെയും ഫോട്ടോയൊക്കെ ഇരിക്കുന്ന കാണുമ്പോൾ അവൾക്ക് വല്ലാത്തൊരു സങ്കടം തോന്നുന്നുണ്ട്. അതിനുശേഷം വൈജ അവിടെ ഇരിക്കുന്ന മേശയൊക്കെ പരിശോധിക്കുകയാണ്. അങ്ങനെ പരിശോധനയ്ക്കിടയിൽ ഒരുപാട് അനാഥാലയങ്ങളിൽ കൊടുത്തിട്ടുള്ള ഡൊണേഷൻ്റെയൊക്കെ പേപ്പറുകളാണ് വൈജ കാണുന്നത്. അങ്ങനെ ഓരോ ഷെൽഫും മേശയൊക്കെ പരിശോധിക്കുന്നതിനിടയിലാണ് ഒരു മേശ പൂട്ടിയതായിട്ട് വൈജ കാണപ്പെടുന്നത്. ആ സമയത്താണ് അവിടെ ഒരു താക്കോലും ഇരിക്കുന്നുണ്ട്. ഈ താക്കോലായിരിക്കും ചിലപ്പോൾ ഈ മേശയുടേത് എന്ന് പറഞ്ഞ് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കും എന്ന് പറഞ്ഞ് തുറക്കുന്ന സമയത്ത് കഴക്കൂട്ടത്ത് അലീന താമസിച്ചിരുന്ന ഓർഫണേജിലെ ഡീറ്റെയിൽസും അതുപോലെ അലീനയെ നോക്കിയിരുന്ന ബ്രിജിത മാമിൻ്റെ ഡീറ്റെയിൽസും ഒക്കെയാണ് അതിൽ കാണുന്നത്. ആ സമയത്ത് വൈജ വിചാരിക്കുന്നുണ്ട്, അച്ഛന് പണ്ടേ ദാനശീലം കൂടുതലാണല്ലോ, ആവശ്യത്തിലധികം സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ട്, മക്കൾക്ക് അതിൽ ആവശ്യത്തിന് കൊടുത്തിട്ടുമുണ്ട്. അച്ഛനാണെങ്കിൽ ബാക്കി വരുന്ന പൈസയെല്ലാം ഈ അനാഥാലയത്തിലാണ് കൊണ്ടുവന്ന് കൊടുക്കുന്നത്. എത്ര വർഷങ്ങളായി അച്ഛൻ ഈ അനാഥാലയത്തിൽ ഇങ്ങനെ ഓരോ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുന്നു, പൈസ കൊടുക്കുന്നു, അങ്ങനെയൊക്കെ. എന്തിനായിരിക്കും അച്ഛൻ ഇങ്ങനെ ഈ കഴക്കൂട്ടത്തെ അനാഥാലയത്തിൽ ഇത്രയധികം പൈസ കൊടുത്തിട്ടുണ്ടായിരിക്കുക? ബാക്കി എല്ലാ അനാഥാലയത്തിലും അച്ഛൻ കൊടുത്ത ഡീറ്റെയിൽസ് ഉണ്ട്, പക്ഷേ കഴക്കൂട്ടത്ത് അച്ഛൻ കണക്കില്ലാതെയാണല്ലോ ഓരോ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുന്നത്. അതും ഇത്രയും വർഷം, 22 വർഷങ്ങളായിട്ടുണ്ട്
എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. തൊട്ടപ്പുറത്ത് വേറൊരു ഫയൽ ഇരിക്കുന്നത് കണ്ട് എടുത്ത് നോക്കുന്ന സമയത്ത് വൈജയന്തിയുടെ പ്രസവത്തിൻ്റെ ഡേറ്റാണ് അതിൽ കാണുന്നത്. വൈജ ഡെലിവറിക്ക് പോയ ഹോസ്പിറ്റലും അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെയാണ് അതിൽ കാണുന്നത്. വൈജ ആകെ ഷോക്കായെങ്കിലും അന്നെ അങ്ങോട്ട് അത് തുറന്നു നോക്കാനുള്ള ഒരു മനഃശക്തി വൈജയ്ക്ക് കിട്ടിയില്ല. അതിലിനി മറ്റെന്തെങ്കിലും കാണുമോ, പണ്ടത്തെ കാര്യങ്ങളെല്ലാം അവളുടെ മനസ്സിലേക്ക് ഓർമ്മ വരുമോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് പേടിച്ചിട്ടായിരിക്കണം വൈജ പെട്ടെന്ന് തന്നെ അതങ്ങ് അടച്ച് പഴയതുപോലെ വയ്ക്കുന്നുണ്ട്. ബാക്കി കാര്യങ്ങളെല്ലാം വൈജ ഒന്നൊന്നായിട്ട് പരിശോധിച്ചതിന് ശേഷം ബാക്കി ഡീറ്റെയിൽസ് ഒന്നും തന്നെ വൈജയ്ക്ക് കാണാനായിട്ട് സാധിച്ചില്ല. ബ്രിജിത മാമിൻ്റെയും കഴക്കൂട്ടത്തെയും അങ്ങനെ ഒട്ടനവധി അനാഥാലയങ്ങളിലെ കുഞ്ഞിരാമൻ നായർ പണ്ട് ഡൊണേഷൻ കൊടുത്ത ഡീറ്റെയിൽസ് മാത്രമാണ് വൈജയ്ക്ക് കാണാനായിട്ട് സാധിച്ചത്. അപ്പോൾ വൈജ വിചാരിക്കുന്നുണ്ട്, ഇവിടെ വന്നതിന് ശേഷം എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഇപ്പോൾ അതൊന്നും കാണാൻ പറ്റിയില്ലല്ലോ എന്നിങ്ങനെ വിഷമത്തിലാണ് വൈജ. വീണ്ടും ആ റൂമിനകത്ത് ഒന്ന് രണ്ട് മേശ കൂടെ അവൾ തപ്പി തടയുന്നതിനിടയിലാണ് മറ്റൊരു ഡയറി കൂടെ അവളുടെ കണ്ണിൽപ്പെടുന്നത്. അത് വായിച്ചു നോക്കുന്ന സമയത്ത് കുറച്ച് സ്വത്തുക്കൾ, അതായത് കുഞ്ഞിരാമൻ നായർ മക്കൾക്കും എല്ലാവർക്കും വിഹിതിച്ചു കൊടുത്തതിനും ശേഷം ബാക്കിയുണ്ടായിരുന്ന കുറച്ച് സ്വത്തുക്കൾ അത് അലീനയുടെ പേർക്ക് എഴുതി വച്ചിരിക്കുകയാണ്. അത് കണ്ട ഉടനെ തന്നെ വല്ലാത്ത ഒരു ഷോക്കിലാണ് വൈജ നിൽക്കുന്നത്. ആ സമയത്ത് വൈജ ഇങ്ങനെ പെട്ടെന്ന് തന്നെ സരസ്വതി അമ്മയോട് പറയുന്നുണ്ട്, അമ്മ ഈ ഡയറി കണ്ടിരുന്നോ? അച്ഛൻ്റെ സ്വത്തുക്കളിൽ പകുതി എഴുതി വച്ചിരിക്കുന്നത് ആരുടെ പേർക്കാണെന്ന്? ആ അലീനയുടെ പേർക്ക്. എനിക്കിപ്പോൾ ഒരു സംശയമൊക്കെ തോന്നുന്നുണ്ട് അമ്മേ, ഇവള് ആരാ ഇത്? ഇത്ര അച്ഛൻ്റെ സ്വത്തുക്കളെല്ലാം കൂടെ അവൾക്ക് എഴുതി കൊടുക്കാനായിട്ട് അച്ഛൻ്റെ ആരാ അമ്മേ അവള്? ഇനി അച്ഛൻ്റെ വല്ല മക്കൾ വല്ലതും ആണോ? പണ്ട് അമ്മ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, വൈജെ നിൻ്റെ മുഖച്ഛായുണ്ട് അലീനയ്ക്കെന്ന്. ഇനി എൻ്റെ സഹോദരി എങ്ങാനോ ആവോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ സരസ്വതി അമ്മയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. പറയുന്നുണ്ട്, വൈജെ കൂടുതൽ ആൾ കളിക്കരുത്, നിൻ്റെ അച്ഛനെക്കുറിച്ചാണ് നീ പറയുന്നതെന്ന് നിനക്ക് ഓർമ്മ വേണം. ഒന്നുമില്ലെങ്കിലും എൻ്റെ കുഞ്ഞിരാമേട്ടൻ അങ്ങനെ ആളല്ല എന്ന് പറഞ്ഞിട്ട് ഉടനെ സരസ്വതി അമ്മ പറയുകയാണ്, ബാലചന്ദ്രൻ്റെ മകളാണ് അലീനയെന്ന് നേരത്തെ അച്ഛൻ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും പേരക്കുട്ടികൾക്ക് എല്ലാ വിഹിതം വെച്ച സമയത്ത് അലീനയ്ക്ക് കൂടെ അച്ഛൻ സ്വത്ത് എഴുതി വെച്ചു കൊടുത്തത് എന്ന് പറയുമ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, അമ്മ എന്ത് മണ്ടത്തനാണ് അമ്മയെ പറയുന്നത്? ഏതെങ്കിലും അച്ഛന്മാരങ്ങനെ എഴുതി വെച്ചു കൊടുക്കുമോ? അതും ബാലചന്ദ്രൻ്റെ ആദ്യത്തെയോ രണ്ടാമത്തെയോ ഭാര്യ ഒരു അവിഹിതത്തിന് ഉണ്ടായ ആ ഒരു കുഞ്ഞിനാണോ അച്ഛൻ എഴുതി വെച്ചു കൊടുക്കുന്നത്? മണ്ടത്തനം പറയല്ലേ അമ്മേ എന്നിങ്ങനെ പറയുകയാണ്. വീണ്ടും പേജുകൾ ഇങ്ങനെ മറിക്കുന്ന സമയത്താണ് മറ്റു വിവരങ്ങൾ കൂടെ വൈജ മനസ്സിലാക്കുന്നത്. ആ സമയത്ത് 10-22 വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ഒന്ന് രണ്ട് സംഭവങ്ങൾ കുഞ്ഞിരാമൻ നായർ ആ ഡയറി കുറിപ്പിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിലെഴുതിയിട്ടുള്ളത് വൈജയ്ക്ക് പ്രസവ ഡേറ്റായി. വൈജ എനിക്ക് മനസ്സോടെയാണെങ്കിലും ഒരു കുഞ്ഞിന് ജന്മം നൽകി. ഞാൻ ഒരു മുത്തശ്ശനായി. അത് ഒരു പെൺകുഞ്ഞിനായിരുന്നു അവൾ ജന്മം നൽകിയത് എന്നൊക്കെ. ഇതൊക്കെ ഓരോ സംഭവങ്ങൾ വായിക്കുന്ന സമയത്തും അവളുടെ കണ്ണ് നിറഞ്ഞൊഴുകുന്നത് കൊണ്ട് അവൾക്കത് ആ ഒരു അക്ഷരങ്ങൾ പോലും കറക്റ്റായിട്ട് വായിക്കാനായിട്ട് സാധിക്കുന്നില്ല. അവളിങ്ങനെ വല്ലാത്ത ആ ഒരു ഷോക്കിൽ ഇങ്ങനെ നിൽക്കുകയാണ്. വീണ്ടും എന്താണ് അച്ഛൻ എഴുതിയിരിക്കുന്നത്, തൻ്റെ മകളെക്കുറിച്ച് എന്തെങ്കിലും അച്ഛൻ എഴുതിയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി അവൾ വീണ്ടും ആ ഫയൽ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്ത് അതിൽ അവളെ അച്ഛൻ എഴുതിയിട്ടുണ്ട്. മകൾ പ്രസവിച്ച ആ കുഞ്ഞ് മരിച്ചുപോയി എന്ന് വൈജയെ പറഞ്ഞ് അവളുടെ മനസ്സിലെ അങ്ങനെ തന്നെ ഏൽപ്പിക്കുകയായിരുന്നു. പക്ഷേ അവൾ മരിച്ചിട്ടില്ല. ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടെ ആ ഒരു കുഞ്ഞിനെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയെന്ന് ഇതുകൂടെ അറിയുന്നതോടുകൂടി അന്ന് വൈജ നെഞ്ചിൽ കൈവച്ച് അങ്ങ് ഇരിക്കുകയാണ്. താൻ 22 വർഷങ്ങൾക്ക് മുമ്പ് പ്രസവിച്ച തൻ്റെ ആദ്യത്തെ കുഞ്ഞ് അതും മരിച്ചുപോയി എന്ന് ഇത്രയും നാൾ മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട് പെട്ടെന്നൊരു നിമിഷത്തിലാണ് അവൾ മനസ്സിലാക്കുന്നത് ആ കുഞ്ഞ് മരിച്ചിട്ടില്ല എന്ന്. എങ്കിൽ എൻ്റെ കുഞ്ഞിനി എവിടെയായിരിക്കും എന്നിങ്ങനെ പല കാര്യങ്ങളിങ്ങനെ മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ്. വീണ്ടും തൻ്റെ കുഞ്ഞിനെ കുറിച്ച് മറ്റെന്തെങ്കിലും വിവരങ്ങൾ അറിയുമോ എന്നറിയാൻ വേണ്ടി വീണ്ടും ആ പേജുകൾ മറിക്കുന്ന സമയത്ത് കുഞ്ഞിരാമൻ നായർ അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടമില്ലാതെയാണ് എൻ്റെ മകള് മറ്റൊരു കുഞ്ഞിനെ പ്രസവിച്ചത്. ആ കുഞ്ഞിനെ എനിക്ക് കൊന്നുകളയാനായിട്ട് കഴിഞ്ഞില്ല. അതിനെ സുരക്ഷിത കൈകളിൽ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. കഴക്കൂട്ടത്ത് ബ്രിജിത മാം എന്ന് നടത്തുന്ന സ്നേഹനികേതത്തിലാണ് ഞാൻ അവളെ ഏൽപ്പിച്ചത്. എൻ്റെ ആദ്യത്തെ പേരക്കുട്ടിക്ക് ഞാൻ മുത്തശ്ശൻ്റെ വകയായിട്ട് ഒരു പേര് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു, അലീന. ആ ഒരു പേര് കേൾക്കുന്നതോടുകൂടി വൈജ ആകെ തളർന്ന് കരഞ്ഞ് അവശതയായിട്ട് ആ കട്ടിലങ്ങ് ഇരിക്കുകയാണ്. അവിടെ ഇരുന്ന് പല കാര്യങ്ങളും ചിന്തിക്കുന്നുണ്ട്.
ചിന്തിക്കുന്നുണ്ട്. ഇത്രയും നാളും തൻ്റെ ഭർത്താവിനോടൊപ്പം ചേർത്ത് വെച്ച ആ ഒരു കുട്ടി അവളായിരുന്നു എൻ്റെ മകള്. എന്തെല്ലാം തരത്തിൽ ഞാൻ അവളെ ദ്രോഹിക്കാൻ ശ്രമിച്ചു. അവളെ കൊല്ലാൻ വരെ ഞാൻ ആൾക്കാരെ ഏർപ്പാടാക്കി. അവൾ എൻ്റെ മകളായിരുന്നു. എനിക്കൊരു സമയത്ത് മരണം സംഭവിക്കുമെന്നറിയുന്ന സമയത്ത് വരെ എനിക്ക് ജീവൻ തന്ന് രക്ഷിച്ച എൻ്റെ ബ്ലഡ്, എൻ്റെ രക്തമായിരുന്നു എൻ്റെ അലീന. അവൾ എൻ്റെ മകളാണോ എന്നിങ്ങനെ ചിന്തിച്ച് ആകെ അങ്ങ് തകരുകയാണ്. അപ്പോൾ ആ സമയത്ത് വൈജയന്തി വീണ്ടും പെട്ടെന്ന് ഇനി മറ്റൊന്നും അറിയണ്ട, തൻ്റെ മകളെ തനിക്ക് കാണണം എന്നുള്ളൊരു ഉദ്ദേശത്തിൽ പെട്ടെന്ന് തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. വന്ന പാടെ തന്നെ അലീന അവിടെ നിൽക്കുന്നത് കണ്ടിട്ട് അവൾക്ക് മുഖത്തേക്ക് നോക്കാനായിട്ട് തോന്നിയില്ല. ഓടി റൂമിനകത്ത് ചെന്ന് നിന്ന് കരയുകയാണ്. ആ സമയത്ത് അലീന പെട്ടെന്ന് റൂമിലേക്ക് വരുന്നുണ്ട്. മാഡത്തിന് എന്ത് വേണം, എന്ത് പറ്റി മാഡം എന്നൊക്കെ ചോദിക്കുമ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ഇല്ല എനിക്കൊന്നും പറ്റിയില്ല, മാഡത്തിന് ഭക്ഷണം എടുക്കട്ടെ, മാഡം ഗുളികയൊക്കെ കഴിക്കുന്നതല്ലേ, പെട്ടെന്ന് ഭക്ഷണം കഴിച്ചിട്ട് ടാബ്ലറ്റ് കഴിച്ചോളൂ എന്ന് പറയുമ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട്, ഞാൻ കഴിച്ചോളാം, നീ കഴിച്ചിരുന്നോ എന്ന് ചോദിക്കുന്ന സമയത്ത് അവൾക്കങ്ങ് ആകെ ഒരു സർപ്രൈസ് ആവുകയാണ്. ഇത്രയും നാളും തന്നെ നേർ കണ്ടുകൂടാതിരുന്ന വൈജ ഇന്ന് താൻ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചിരിക്കുന്നു. അയ്യോ, ഈ മാഡത്തിന് ഇത് എന്തായിരിക്കും പറ്റിയത്? പെട്ടെന്ന് തന്നെ അലീന പറയുന്നുണ്ട്, ഇല്ല മാഡം, ഞാൻ കഴിച്ചില്ല, മാഡത്തിന് തന്നിട്ടല്ലേ എപ്പോഴും കഴിക്കാറുള്ളത് എന്ന് പറയുമ്പോൾ വൈജ പറയുന്നുണ്ട്, നീ ഇനി എന്നെ മാഡം ഒന്നൊന്നും വിളിക്കണ്ട എന്ന് പറയുമ്പോൾ അവൾ വീണ്ടും വിചാരിക്കുന്നുണ്ട്, ഇനി എന്നെ കളിയാക്കുന്നതായിരിക്കുമോ എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. എന്നിട്ട് വീണ്ടും മാഡം എന്ന് വിളിക്കുന്ന സമയത്ത് വൈജയന്തി പറയുന്നുണ്ട്, ഞാൻ നിന്നോട് ഒരു കാര്യം പറയാം, നീ ഇനി എന്നെ മാഡം ഒന്നൊന്നും വിളിക്കണ്ട. അപ്പോൾ അവൾ പേടിച്ചിട്ടിങ്ങനെ നിൽക്കുകയാണ്. ഇനി മാഡം ഒന്ന് വിളിക്കണ്ട, ഇനി മറ്റെന്ത് വിളിക്കാനായിരിക്കും അവർ പറയുന്നത്, ഇനി ഇറക്കി വിടാനാണോ ഒന്നും തന്നെ അറിയില്ല. ആ സമയത്ത് വൈജയന്തി പറയാണ്, നീ ഇങ്ങ് അടുത്തോട്ട് വന്നേ, നിന്നോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് എന്ന്. ആ സമയത്ത് ഇനി കൊല്ലാനാണോ മറ്റെന്തിനെങ്കിലും ആണോ എന്ന് ഇങ്ങനെ അലീന ചിന്തിക്കുകയാണ്. പേടിച്ചിട്ടാണെങ്കിലും അലീന അവളുടെ സ്വന്തം അമ്മയാണല്ലോ വിളിക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് അടുത്തേക്ക് പോവുകയാണ്. അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് പറയുന്നുണ്ട്, നീ എന്നെ ആദ്യം ഒരു പ്രാവശ്യം എന്താ വിളിച്ചിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ അലീന പറയുകയാണ്, അത് ഞാൻ അമ്മ എന്നിങ്ങനെ പേടിച്ച് പറയുമ്പോൾ വൈജയന്ത് പറയുന്നുണ്ട്, പേടിക്കാതെ പറഞ്ഞോ, നീ ഇനി എന്നെ മേഡം ഒന്ന് വിളിക്കണ്ട, അമ്മയെന്ന് വിളിച്ചാൽ മതി. ആ സമയത്ത് അലീന അങ്ങ് ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. അമ്മയെന്ന് വിളിക്കാനോ? താൻ ഏറ്റവും ആഗ്രഹിച്ചത് തൻ്റെ അമ്മയെ അങ്ങനെ ഇഷ്ടത്തോടെ വിളിക്കാനായിരുന്നു. അതിന്ന് അമ്മയുടെ വായിൽ നിന്ന് തന്നെ കേൾക്കുന്നു. ഇതെനിക്ക് സ്വപ്നമായിട്ടാണോ തോന്നുന്നത്? ഇത് സ്വപ്നമാണോ ദൈവമേ എന്നിങ്ങനെയൊക്കെ ചിന്തിക്കുകയാണ്. എന്നിട്ട് വീണ്ടും വൈജയന്തി പറയുന്നുണ്ട്, എന്താ നിനക്കിപ്പോൾ അങ്ങനെ വിളിക്കാൻ വയ്യേ? നീ എന്നെ അമ്മയെന്ന് വിളിച്ചേ, ഞാനതൊന്ന് കേൾക്കട്ടെ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് അലീനയാണെങ്കിൽ അമ്മേ എന്ന് വിളിക്കുന്നുണ്ട്. പെട്ടെന്ന് കണ്ണ് നിറഞ്ഞ് ഒഴുകുന്നുണ്ടെങ്കിലും അത് വൈജയന്തി അലീനയോട് കാണിക്കുന്നില്ല. തൻ്റെ മകളെ തനിക്ക് ചേർത്ത് പിടിക്കണം, കെട്ടിപ്പിടിക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിലും അവൾക്കതിന് സാധിക്കുന്നില്ല. 22 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി എന്ന് താൻ കരുതിയ തൻ്റെ മകള് ഇന്ന് കൺമുൻപിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അലീനയ്ക്കാണെങ്കിലും അലീന താൻ ഇത്രയും നാളും സ്വപ്നം കണ്ട ഒരു നിമിഷം, തൻ്റെ അമ്മ തന്നെ തിരിച്ചറിഞ്ഞ് മകളെ എന്നോ അല്ലെങ്കിൽ തനിക്ക് അമ്മ എന്ന് വിളിക്കാനോ പറ്റുന്ന ആ ഒരു നിമിഷം, അതായിരുന്നു അവൾക്ക് ഏറ്റവും വലിയ സന്തോഷം. സ്വന്തം മകളെ തിരിച്ചറിഞ്ഞതിന് ശേഷം മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ പറ്റാത്ത ആ ഒരു വിഷമത്തിലാണ് വൈജ. എന്നാൽ താൻ ഇത്രയും നാളും വിചാരിച്ചിരുന്ന ആ ഒരു നിമിഷം വന്നു ചേർന്ന സന്തോഷത്തിലാണ് അലീന. ഇനി അമ്മയും മകളും മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്ന എപ്പിസോഡുകളാണ് മടുതൂരും മുംബൈയിൽ വരാൻ പോകുന്നത്. ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു എപ്പിസോഡ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി മടുതൂരും മുംബൈയുടെ പുതുപുത്തൻ വിശേഷങ്ങളുമായി ഉടനെ കാണും വരയ്ക്കും ബൈ.